ശ്യാമിന്റെ രോമാഞ്ചം മൂവിലെ സോങ് ആൻഡ് ഓൾസോ ദേ ഇപ്പോ എന്റെ കൂടെ ഇവിടെ ടൈം പാസിലുള്ള ഈ ഒരാളെ കുറിച്ച് പറയുന്ന സമയത്തും ആ ഒരാളുടെ ആ ഒരു പ്രസംഗം കേൾക്കുന്ന സമയത്തും നമുക്കും ആക്ച്വലി സ്പീക്കിംഗ് ഒരു രോമാഞ്ചമൊക്കെ വരും കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ ടൈം പാസിൽ ഞാൻ ഒരാളെയും കൂടെ കൂട്ടിയിട്ടാണ് ഇനി വരാൻ പോകുന്നതെന്ന്. ഹായ്, ഗുഡ് മോർണിംഗ് ഹരിത. ഹായ് ഹായ്, ഗുഡ് മോർണിംഗ് ശിവാനി. ശിവാനിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പൊ ശിവാനിയുടെ ഒരു ബിഗ്ഗസ്റ്റ് ന്യൂസ് എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിനെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് ഇന്ത്യൻ പാർലമെന്റിൽ പോയി സംസാരിച്ച ആളാണ് ശിവാനി. കോഴിക്കോട്ടുകാരിയാണ്. ആൻഡ് ഈ കോഴിക്കോട്ടുകാരി എന്താ ചെയ്യുന്നതെന്ന് അറിയണ്ടേ? ഞാൻ പ്രൊവിഡൻസ് വിമൻസ് കോളേജിൽ ഫൈനൽ ഇയർ MSc ഫിസിക്സ് ആണ് ചെയ്യുന്നത്. ഐ വാ. അപ്പോ 102 ആൾക്കാരെയാണ് ഇന്ത്യൻ പാർലമെന്റിലോട്ടേക്ക് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്, ശിവാനി ഉൾപ്പെടെ. അപ്പൊ ശിവാനി എന്നെ പറഞ്ഞേ ഈ ഒരു പ്രോഗ്രാമിനെ കുറിച്ച്. ഇത് ഇന്ത്യൻ ഗവൺമെന്റിന്റെ യൂത്ത് പാർലമെന്റ് എന്ന് പറഞ്ഞ പ്രോഗ്രാമാണ്. അപ്പോ ഇതില് ഡിസ്ട്രിക്ട് ലെവലിൽ സെലക്ഷൻ കിട്ടിയിട്ടാണ് സ്റ്റേറ്റിലേക്ക് എത്തിയത്. സ്റ്റേറ്റ് ട്രിവാൻഡ്രത്ത് വെച്ചിട്ടായിരുന്നു നടന്നത്. സ്റ്റേറ്റ് ലെവലിൽ സെലക്ഷൻ കിട്ടിയിട്ട് നാഷണൽസിൽ സംസാരിക്കാനുള്ള അവസരം കിട്ടി. ഇപ്രാവശ്യം ഏകദേശം 45,000ഓളം കാൻഡിഡേറ്റ്സ് ആണ് ഇതിൽ മത്സരിച്ചിട്ടുണ്ടായിരുന്നത് ഓൾ ഓവർ ഇന്ത്യ. അതിന്ന് 102 കാൻഡിഡേറ്റ്സിനെയാണ് നാഷണൽ ലെവലിലേക്ക് അവർ സംസാരിക്കാനായിട്ട് ആശയങ്ങൾ പങ്കുവയ്ക്കാനായിട്ട് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. വാവ്, അടിപൊളി. ആൻഡ് ശിവാനിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ത്യൻ പാർലമെന്റിൽ പോയിട്ട് ആള് 3 ഇനിഷ്യേറ്റീവ്സിനെ കുറിച്ച് കാര്യമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്നുള്ളത് ശിവാനി തന്നെ പറഞ്ഞുതരും. ആൻഡ് ഓൾസോ എങ്ങനെയാണ് ഈ ഒരു സ്കോപ്പിനെ കുറിച്ചൊക്കെ ശിവാനി അറിഞ്ഞത് എന്നുള്ളതും അറിയണ്ടേ? എല്ലാം ഡീറ്റെയിൽ ആയിട്ട് കേൾക്കാം ഒരു ഫ്യൂ സോങ്സ് ക്യാപ്പിൽ. ബാക്ക്ഗ്രൗണ്ടിൽ ദേ വികൃതി മൂവിലെ സോങ്, വിജയപാലന്റെ കമ്പോസിഷൻ, റംഷി അഹമ്മദ് പാടിയിട്ടുള്ള പാട്ട്. ടൈം പാസിൽ ഹരിത പ്ലേ ചെയ്യാണ്. റേഡിയോ മാംഗോ 91.9 നാട്ടിലെങ്ങും പാട്ടായി. ഡ്രാഗൺ മൂവിലെ സോങ് സിഡ് ശ്രീറാമും സഞ്ജനയും കൂടെ പാടിയിട്ടുള്ള പാട്ടാണ്. സമയം 11 മണി കഴിഞ്ഞ് 13 മിനിറ്റ് ആയിട്ടുണ്ട്. ടൈം പാസിൽ ഹരിതയാണ്. റേഡിയോ മാംഗോ 91.9 ആൻഡ് എന്റെ കൂടെ ശിവാനി സോജൽ കൂടെ ഉണ്ട് കേട്ടോ ഇപ്പോ ടൈം പാസിൽ. ആൻഡ് ശിവാനി സോജലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പൊ ഇന്ത്യൻ ഗവൺമെന്റിന്റെ യൂത്ത് പാർലമെന്റ് പ്രോഗ്രാമിലേക്ക് സെലക്ട് ചെയ്തിട്ടുള്ള 102 കാൻഡിഡേറ്റ്സിൽ ഒരാൾ നമ്മുടെ കോഴിക്കോട്ടുകാരിയാണ്. ആൻഡ് ഇപ്പോ ശിവാനി പ്രൊവിഡൻസ് വിമൻസ് കോളേജിലെ ഫൈനൽ ഇയർ MSc ഫിസിക്സ് സ്റ്റുഡന്റ് കൂടിയാണ് കേട്ടോ. അപ്പൊ ശിവാനി എന്നാ പറഞ്ഞേ, എങ്ങനെയാണ് ഈ ഇന്ത്യൻ ഗവൺമെന്റിന്റെ യൂത്ത് പാർലമെന്റ് പ്രോഗ്രാമിനെ കുറിച്ച് ശിവാനി അറിയുന്നത്? എനിക്ക് എന്റെ ടീച്ചർ വഴിയാണ് ഞാൻ ഇതിനെ കുറിച്ച് അറിഞ്ഞത്. അപ്പൊ ടീച്ചർ എനിക്ക് ഇങ്ങനെ ഒരു പ്രോഗ്രാം ഉണ്ട്, വേണമെങ്കിൽ ഒന്ന് പങ്കെടുത്ത് നോക്കൂ, നിനക്ക് പറ്റുന്നതാണ്, നീ നന്നായി സംസാരിക്കുന്നതല്ലേ എന്നൊക്കെ പറഞ്ഞപ്പോ എനിക്ക് ഒരു ഇൻട്രസ്റ്റ് തോന്നി. അതിനു മുന്നേ ഞാൻ ഈ പ്രോഗ്രാമിനെ കുറിച്ചൊന്നും കേട്ടിട്ട് പോലും ഉണ്ടായിരുന്നില്ല. എനിക്ക് അറിയില്ലായിരുന്നു ഇത്രയും വലിയ സ്കോപ്പുള്ള ഒരു ഇവന്റ് ആണ് ഇത് എന്ന്. അങ്ങനെ ഞാൻ ഡിസ്ട്രിക്ട് ലെവലിൽ മത്സരിച്ചു. പിന്നെ അങ്ങനെ കയറി നാഷണൽസ് വരെ എത്തി. ഒരിക്കലും നമ്മൾ വിചാരിക്കുന്നില്ല പാർലമെന്റിന്റെ അകത്ത് കയറാൻ പറ്റുമോ, അവിടെ പാർലമെന്റിന്റെ അകത്ത് നിന്ന് നമുക്ക് സംസാരിക്കാൻ പറ്റുമോ, ഒരിക്കലും വിചാരിച്ചിരുന്നില്ല. തുടങ്ങുമ്പോൾ ഇതൊന്നും ഇത്ര വരെ എത്താനുണ്ട് എന്നൊന്നും അറിഞ്ഞിട്ടല്ല തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഇന്ത്യൻ പാർലമെന്റിൽ ശരിക്കും പറയുകയാണെങ്കിൽ ഭയങ്കര ബോൾഡ് ആയിട്ട് 3 ഇനീഷ്യേറ്റീവ്സ് കൂടെ ശിവാനി പ്രസന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയായിരുന്നു ആ 3 ഇനീഷ്യേറ്റീവ്സ്? ആദ്യത്തെ നാരി സുരക്ഷാ മിഷനാണ്. 3 ഇനീഷ്യേറ്റീവ്സ് ആണ് ഞാൻ ഇൻ ടോട്ടൽ പാർലമെന്റിൽ മുന്നോട്ട് വെച്ചത്. 3ഉം വിമൻ എംപവർമെന്റുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ നാരി സുരക്ഷാ മിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൈറ്റ് ഷിഫ്റ്റിൽ വർക്ക് ചെയ്യുന്ന സ്ത്രീകൾക്ക് തത്സമയ സാങ്കേതിക നിരീക്ഷണവും സുരക്ഷാ സംവിധാനങ്ങളൊക്കെ ഏർപ്പെടുത്തുന്ന ഒരു പദ്ധതിയാണ്. രണ്ടാമത്തത് 18 ഇയേഴ്സ് സോവറിൻ ഗ്യാരണ്ടി എന്ന് പറയും. ഇപ്പൊ ഫൈനാൻഷ്യലി ബാക്ക്വേർഡ് ആയി നിൽക്കുന്ന ഫാമിലീസിൽ ഒരു പെൺകുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ഗവൺമെന്റ് ഒരു നിശ്ചിത എമൗണ്ട് നിക്ഷേപിക്കുകയും പിന്നീട് ആ കുട്ടി 18 വയസ്സ് എത്തുമ്പോൾ ആ എമൗണ്ട് ഒരു വലിയ ഇൻട്രസ്റ്റ് സഹിതം എമൗണ്ട് വലുതായി മാറി ആ എമൗണ്ട് കുട്ടിക്ക് ഏത് സ്റ്റാർട്ടപ്പിലേക്കോ ഹയർ എഡ്യൂക്കേഷനിലേക്കോ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് മാറുന്ന ഒരു സെക്കൻഡ് ഇനീഷ്യേറ്റീവ് ആണ്. തേർഡ് ഇനീഷ്യേറ്റീവ് നാഷണൽ റിട്ടേൺഷിപ്പ് ഗ്യാരണ്ടി ആണ്. മെറ്റേണിറ്റി ലീവ് കഴിഞ്ഞ് വീണ്ടും കമ്പനികളിൽ ജോയിൻ ചെയ്യുന്ന സ്ത്രീകൾക്ക് ഒരു 6 മന്തിന്റെ അപ്സ്കില്ലിംഗ് ചാനൽ പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനികൾക്ക് ഗവൺമെന്റ് കോർപ്പറേറ്റ് ടാക്സിൽ ഇളവുകൾ നൽകുന്ന ഒരു പദ്ധതിയാണ് അത്. അങ്ങനെ 3 ഇനീഷ്യേറ്റീവ്സ് ആണ്. ഓ നൈസ്. വിമൻ എംപവർമെന്റിന് വേണ്ടിയിട്ടുള്ള 3 ഇനീഷ്യേറ്റീവ്സ് ആണ് ഇന്ത്യൻ പാർലമെന്റിൽ ശിവാനി സോജൽ പ്രസന്റ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഇങ്ങനെ ശിവാനിയുടെ ഈ ഒരു 3 ഇനീഷ്യേറ്റീവ്സിനെ കുറിച്ച് അവിടെ സംസാരിച്ച സമയത്ത് എങ്ങനെ ഉണ്ടായിരുന്നു അവിടെ മൊത്തത്തിലുള്ള ഒരു റിയാക്ഷൻ? ആക്ച്വലി ഞാൻ ഇതിന് മുന്നേയും ടോക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും അതായത് ഈ പദ്ധതികൾ അവിടെ പ്രസന്റ് ചെയ്യുന്നതിന്റെ മുന്നേ വേറെ നമ്മുടെ
കുറച്ച് വിമൺ എംപവർമെന്റ് റിലേറ്റഡ് ആയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും ഈ ഇനീഷ്യേറ്റീവ്സ് വന്നപ്പോൾ അതിന് ഭയങ്കരമായിട്ടുള്ള ഒരു സപ്പോർട്ട് തന്നെയായിരുന്നു എൻറ്റയർ ഇന്ത്യയിലെ പല സ്റ്റേറ്റിനെ റെപ്രസെന്റ് ചെയ്ത് വന്ന കാൻഡിഡേറ്റ്സിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അടിപൊളി. എന്താണെങ്കിലും നമ്മുടെ ശിവാനി സോജലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ത്യൻ ഗവൺമെന്റിന്റെ യൂത്ത് പാർലമെന്റ് പ്രോഗ്രാമിലേക്ക് സെലക്ഷൻ കിട്ടിയിട്ടുള്ള 102 കാൻഡിഡേറ്റ്സിൽ ഒരാളാണ്. നമ്മുടെ കോഴിക്കോട്ടുകാരിയാണ്. പ്രൊവിഡൻസ് വിമൻസ് കോളേജില് ഫൈനൽ ഇയർ MSc ഫിസിക്സ് സ്റ്റുഡന്റ് കൂടിയാണ് കേട്ടോ. ടൈം പാസിൽ ഹരിതയാണ്. റേഡിയോ മാംഗോ 91.9 നാട്ടിലെങ്ങും പാട്ടായി. ആയിരം കണ്ണുമായി കാത്തിരുന്നു നിന്നെ ഞാൻ ചേർക്കും പ്രിയങ്കരേ. ബൈസിക്കിൾ തീവ്സ് മൂവിലെ ദീപക് ദേവ് കമ്പോസിഷൻ ശങ്കർ മഹാദേവൻ പാടിയ പാട്ട്. സമയത്ത് 11 മണി കഴിഞ്ഞ് 31 മിനിറ്റ് ആയിട്ടുണ്ട്. ടൈം പാസിൽ ഹരിതയാണ്. റേഡിയോ മാംഗോ 91.9 ആൻഡ് ഓൾസോ നമ്മുടെയൊക്കെ പ്രിയങ്കരിയായി മാറിയിട്ടുള്ള ശിവാനി സോജൽ കൂടി നമ്മുടെ കൂടെ ടൈം പാസിൽ കുറച്ച് നേരായിട്ടുണ്ട് കേട്ടോ. ശിവാനി സോജലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കോഴിക്കോട്ടുകാരിയാണ്. നമ്മുടെ പ്രൊവിഡൻസ് വിമൻസ് കോളേജിൽ ഫൈനൽ ഇയർ MSc ഫിസിക്സ് സ്റ്റുഡന്റ് ആണ്. ആൻഡ് ഓൾസോ ഇന്ത്യൻ ഗവൺമെന്റിന്റെ യൂത്ത് പാർലമെന്റ് പ്രോഗ്രാമിലേക്ക് സെലക്ഷൻ കിട്ടിയിട്ടുള്ള 102 കാൻഡിഡേറ്റ്സിൽ ഒരാളും കൂടിയാണ് കേട്ടോ. ഇന്ത്യൻ പാർലമെന്റിൽ പോയിട്ട് നമ്മുടെ ശിവാനി സോജല് ശിവാനിയുടെ 3 ഇനീഷ്യേറ്റീവ്സ് ഒക്കെ പ്രസന്റ് ചെയ്ത് കൈയ്യടിയൊക്കെ നേടി തിരിച്ചു വന്നിരിക്കുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ ടൈം പാസിൽ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ഓൾസോ ഇന്ത്യൻ പാർലമെന്റ് എന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ ടിവിയിൽ അതിന്റെ വിഷ്വൽസും കാര്യങ്ങളൊക്കെയാണ് മെയിൻ ആയിട്ടും കണ്ടിട്ടുള്ളത്. അധികം ആൾക്കാർ ആരും ഇന്ത്യൻ പാർലമെന്റിന്റെ ഉള്ളിലൊന്നും പോയിട്ടൊന്നുമില്ല. അപ്പം എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു അനുഭവം ശിവാനിക്ക്? ശരിക്കും എനിക്കും അതൊരു ക്യൂരിയോസിറ്റി ആയിരുന്നു പോകുന്നതിന് മുന്നേ. കാരണം ഞാൻ ഈ സോഷ്യൽ സയൻസ് ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ കുഞ്ഞെ പഠിക്കുമ്പോഴൊക്കെ മാത്രമേ ഇന്ത്യൻ പാർലമെന്റിന്റെ ചിത്രമൊക്കെ കാണുള്ളൂ. എന്നാല് അങ്ങനെ ആ ഒരു ചിത്രം മനസ്സിൽ വെച്ചിട്ടാണ് പോകുന്നത്. നമ്മൾ ഓൾഡ് പാർലമെന്റും കണ്ടിട്ടുണ്ടായിരുന്നു, ന്യൂ പാർലമെന്റും കണ്ടു, രാജ്യസഭ ലോക്സഭ ഒക്കെ കണ്ടു. പ്രോഗ്രാം നടന്നിട്ടുണ്ടായിരുന്നത് സെൻട്രൽ ഹാളിൽ വെച്ചിട്ടായിരുന്നു ഓൾഡ് പാർലമെന്റിന്റെ. അപ്പോ ശരിക്കും നമ്മുടെ ഈ ഒരു ഇന്ത്യൻ ഭരണഘടന ഉണ്ടാവുന്ന ആ ഒരു അറ്റ്മോസ്ഫിയറിൽ നിന്നുകൊണ്ടാണ് നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. പല വിശിഷ്ട വ്യക്തികളുടെ മുന്നിൽ നിന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോ ആ ഒരു പോളിസി മേക്കിംഗ് നടക്കുന്ന സ്ഥലത്താണ് നമ്മൾ കയറി ചെന്ന് ഇനിഷ്യേറ്റീവ്സ് മുന്നോട്ട് വെക്കുന്നത്. അപ്പോ ഈ ഒരു സ്റ്റേജിൽ ഈ ഒരു ചെറിയ വയസ്സിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ അംഗീകാരങ്ങളിൽ ഒന്ന് തന്നെ പറയാൻ പറ്റും. അങ്ങനെ എല്ലാവർക്കും ആക്സസിബിൾ ആയിട്ടുള്ള ഒരു സ്ഥലമല്ലല്ലോ ഇന്ത്യൻ പാർലമെന്റ് എന്ന് പറയുന്നത്. അതാണ് നമ്മളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓൾസോ ഇങ്ങനെ ഇന്ത്യൻ പാർലമെന്റിലോട്ടേക്ക് സെലക്ഷൻ കിട്ടുക, അവിടെ ചെന്ന് സംസാരിക്കാനുള്ള ഒരു സെലക്ഷൻ കിട്ടുക എന്നൊക്കെ പറയുന്ന സമയത്ത് സത്യത്തിൽ അടിവയറ്റിൽ ബട്ടർഫ്ലൈസ് പാറുന്ന പോലെ ഒരു ഫീൽ എന്നൊക്കെ നമ്മൾ പറയാറില്ലേ? അങ്ങനെ ഒരു ഫീൽ തന്നെ ആയിരുന്നോ ശരിക്കും ശിവാനിക്ക്? എനിക്ക് തോന്നുന്നു പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷമാണ് എനിക്കൊരു ഷോക്ക് ഉണ്ടായിരുന്നത്. കാരണം എന്റെ ഈ ഇനീഷ്യേറ്റീവ്സിന് ഇത്രയും വെൽക്കമിങ് ആയിരിക്കും ഒന്നും ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് തോന്നുന്നു പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് ബട്ടർഫ്ലൈ മൊമെന്റ് വന്നത്. പിന്നെ എന്നും എനിക്ക് ഓർത്തു വെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത് അവിടെ നിന്ന് കിട്ടിയ നെറ്റ്വർക്കിംഗ് ഫ്രണ്ട്ഷിപ്സ് ആണ്. കാരണം പല സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കുട്ടികളുണ്ടായിരുന്നു. അവരുടെ കൾച്ചർ റെപ്രസെന്റ് ചെയ്തിട്ടാണ് അവരവിടെ ഡ്രസ്സിങ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ മുണ്ടും വേഷ്ടി എടുത്തിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. സംസാരിച്ചതെല്ലാം പാവാടിയും ബ്ലൗസും ഇട്ടായിരുന്നു ഫൈനൽ ഡേയില്. അപ്പോ ചിലര് അവരുടെ ട്രൈബൽ കൾച്ചർ റെപ്രസെന്റ് ചെയ്തിട്ടാണ് ഡ്രസ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോ അങ്ങനെ പല കാര്യങ്ങളും പുതുതായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. ഒരുപാട് ഫ്രണ്ട്ഷിപ്പുകൾ കിട്ടിയെന്ന് തന്നെ പറയാം. മെയിനായിട്ട് ക്വാളിറ്റി ഫ്രണ്ട്ഷിപ്സ് ഒക്കെ ഒരുപാട് കിട്ടി. അടിപൊളി. ആൻഡ് ഇതൊരു ചില്ലറ കാര്യമല്ല. ഇന്ത്യൻ ഗവൺമെന്റിന്റെ യൂത്ത് പാർലമെന്റ് പ്രോഗ്രാമിലേക്ക് സെലക്ഷൻ കിട്ടുക എന്നൊക്കെ പറയുന്നത്. അതും 45,000-ഓളം സ്റ്റുഡൻസിൽ നിന്ന് സെലക്ഷൻ കിട്ടിയിട്ടാണ് നമ്മുടെ ശിവാനി സോജൽ ഇന്ത്യൻ പാർലമെന്റിൽ എത്തിയിട്ട് വിമൻ എംപവർമെന്റിനെ കുറിച്ചുള്ള ശിവാനിയുടെ 3 ഇനീഷ്യേറ്റീവ്സ് അവിടെ പ്രസന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ശരിക്കും ഇത് കേൾക്കുന്ന സമയത്ത് എങ്ങനെയാണ് എനിക്കിവിടേക്ക് ഒരു ചാൻസ് കിട്ടുക എന്നൊക്കെ ചിലപ്പോ മനസ്സിൽ അറിയാതെ ഒരു ഡൗട്ടൊക്കെ വന്നിട്ടുണ്ടാവും. അതൊക്കെ നമ്മുടെ ശിവാനി എന്നെ ക്ലിയർ ചെയ്ത് തരും കേട്ടോ. പക്ഷെ ഒരു ഫ്യൂ സോങ്സ് ഗ്യാപ്പ് ബാക്ക്ഗ്രൗണ്ടിൽ ബെസ്റ്റ് ആക്ടർ മൂവിൽ ബിജുബാലൻ പാസിൽ നമ്മളും ഒരു ഇടവേളൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നിരിക്കുകയാണ്. ഇതേ നമ്മുടെ കൂടെ ശിവാനി സോജൽ കൂടെ ഉണ്ട്. സമയത്ത് 11 മണി കഴിഞ്ഞ് 45 മിനിറ്റ് ആയിട്ടുണ്ട്. ശിവാനിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പ്രൊവിഡൻസ് വിമൻസ് കോളേജിലെ ഫൈനൽ ഇയർ MSc ഫിസിക്സ് സ്റ്റുഡന്റ് ആണ്. ഇപ്പതേ ഇന്ത്യൻ ഗവൺമെന്റിന്റെ യൂത്ത് പാർലമെന്റ് പ്രോഗ്രാമിലൊക്കെ പോയി അവിടെ വിമൻ എംപവർമെന്റിന് വേണ്ടിയിട്ടുള്ള 3 ഇനീഷ്യേറ്റീവ്സ് ഒക്കെ പ്രസന്റ് ചെയ്ത് ഇവിടെ കോഴിക്കോട്ടേക്ക് തിരിച്ചെത്തിയിട്ടുള്ള ആളാണ് നമ്മുടെ ശിവാനി കേട്ടോ. ശരിക്കും ഈ കാര്യങ്ങളൊക്കെ കേൾക്കുന്ന സമയത്ത് ഒബ്വിയസ് ആയിട്ട്
തീർച്ചയായിട്ടും ഇതേപോലെ തന്നെ എനിക്കും അവിടെ ചെന്ന് എന്റെ ആശയങ്ങളൊക്കെ പ്രസന്റ് ചെയ്യണം, എനിക്കും ഇങ്ങനൊരു പരിപാടിയുടെ ഭാഗമാകണം എന്ന് കൊതിക്കുന്ന ഇഷ്ടംപോലെ ആൾക്കാർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അപ്പം അവരോടൊക്കെ ശിവാനിക്ക് കൊടുക്കാനുള്ളൊരു അഡ്വൈസ് എന്താണ്? ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് നന്നായിട്ട് സംസാരിക്കാൻ ഉള്ള ഒരു കോൺഫിഡൻസ് ആണ് ആവശ്യം. എനിക്ക് സംസാരിക്കാൻ പറ്റുമോ, എനിക്ക് അതിനുള്ള കഴിവുണ്ടോ എന്ന് ചിന്തിച്ചിരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ അത് സ്വയം ഒന്ന് ടാക്കിൾ ചെയ്യുക, ആ ക്വസ്റ്റ്യനുള്ള ഒരു ഉത്തരം കണ്ടെത്തുക, അത് നന്നായി സംസാരിക്കാനുള്ള കോൺഫിഡൻസ് ഉണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക. അതിനുശേഷം പിന്നെ ഇത് ഞാൻ പറഞ്ഞല്ലോ, യൂത്ത് പാർലമെന്റ് ആണ്. അപ്പോ മിനിസ്ട്രി ഓഫ് സ്പോർട്സ് ആൻഡ് യൂത്ത് അഫയേഴ്സ് നടത്തുന്ന ഇവന്റ് ആണ്. അപ്പോ അതില് ഡിസ്ട്രിക്ട് ലെവലിന്റെ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ അതിൽ മത്സരിക്കുക, അത് കഴിഞ്ഞിട്ട് അതിന് സെലക്ടഡ് ആവുക, പിന്നെ അങ്ങനെ നമ്മൾ പോയിക്കോളും. പിന്നെ നമ്മളൊന്നും അറിയണ്ട, അതിൽ സെലക്ഷൻ കിട്ടി കഴിഞ്ഞാൽ അങ്ങനെ പോയിക്കോളും. ഓക്കെ, അപ്പോ ശിവാനിയുടെ ഫസ്റ്റ് അറ്റംപ്റ്റ് ആണോ ഇത്? ഇത് എന്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ് ആക്ച്വലി ഈ പ്രോഗ്രാമില്, ഈ യൂത്ത് പാർലമെന്റിൽ ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ്. അപ്പോ ഞാൻ അവിടെ എത്തിയപ്പോഴാണ് അറിയുന്നത് ഈ ഒരു മത്സരത്തിന് പിന്നിൽ 4-5 വർഷങ്ങൾ മെനക്കെട്ടിരുന്ന് നാഷണൽസിലേക്ക് എത്തിപ്പെടാൻ നോക്കിയവരുണ്ടായിരുന്നു എന്നുള്ളത്. ഓക്കെ, അടിപൊളി. ശരിക്കും ശിവാനിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിനൊക്കെ മുന്നേ തന്നെ ആളൊരു ഗംഭീര ആങ്കർ ആണ്, പബ്ലിക് സ്പീക്കർ ആണ്, പിന്നെ കുറെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഒക്കെ ലൈഫിൽ ചെയ്യുന്ന ഒരാളാണ്. ശരിക്കും ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു പ്രോഗ്രാമിൽ ബോൾഡായി നിന്ന് നമ്മുടെ ഇനീഷ്യേറ്റീവ്സ് ഒക്കെ പ്രസന്റ് ചെയ്യാനായിട്ട് ശിവാനിനെ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ? ഷുവർ, ഡെഫിനറ്റ്ലി. ഞാൻ ഈ ആങ്കറിംഗിൽ ഉള്ളതുകൊണ്ടും പിന്നെ ഈ പബ്ലിക് സ്പീക്കിങ്ങും മോട്ടിവേഷണൽ ടോക്സ് ഒക്കെ ചെയ്യുന്നത് കൊണ്ട് തന്നെ എനിക്ക് ഒരു പ്രസന്റേഷൻ, ഇപ്പം ഒരു സ്പീച്ച് ചെയ്യുമ്പം അതിന്റെ കോണ്ടന്റിനേക്കാൾ അല്ലെങ്കിൽ അത്ര തന്നെ ഇമ്പോർട്ടൻസ് ഉള്ളതാണ് അതിന്റെ പ്രസന്റേഷൻ. അപ്പൊ എനിക്ക് പ്രസന്റേഷൻ സൈഡ് വെച്ച് നോക്കുമ്പോൾ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ചെറുപ്പം തൊട്ടേ ഞാൻ ആങ്കറിംഗ് ചെയ്യുന്നുണ്ട്, പബ്ലിക് സ്പീക്കിംഗ് ചെയ്യുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. അപ്പോ അത് എനിക്ക് ആ ഒരു സൈഡ് വെച്ച് നോക്കുമ്പോൾ അത് എളുപ്പമായിരുന്നു. നൈസ്. അതേപോലെ തന്നെ ശിവാനിയുടെ കാര്യത്തിൽ എപ്പോഴും ഞാനൊക്കെ നോട്ട് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്, ശിവാനി എന്ത് പരിപാടിക്ക് വരുന്ന സമയത്തും ശിവാനിയുടെ കൂടെ ശിവാനിയുടെ അമ്മയും ശിവാനിയുടെ ഗ്രാൻഡ് മദറും ഉണ്ടാവാറുണ്ട്. അവരുടെ ഒരു സപ്പോർട്ട് എപ്പോഴും ശിവാനിക്ക് എല്ലാ കാര്യത്തിനും ഉണ്ടാവാറുണ്ട്. അപ്പോ ഈ കാര്യത്തിൽ അവരുടെ ഒരു സപ്പോർട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതെങ്ങനെയായിരിക്കും? ഈവൻ ഇപ്പോഴും ഉണ്ടായിരുന്നു. ഞാൻ ഡൽഹിയിലേക്ക് പോയപ്പോ, പാർലമെന്റിലേക്ക് പോയപ്പോ അമ്മയും അമ്മൂമ്മയും കൂടെ ഉണ്ടായിരുന്നു. അവര് ഡൽഹിയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അവിടെ സ്റ്റേ ചെയ്യായിരുന്നു അത്രയും ദിവസം. എന്നിട്ട് ഞങ്ങൾ ഒന്നിച്ചാണ് തിരിച്ച് കാലിക്കറ്റിലേക്ക് എത്തിയത്. അപ്പോ ഞാൻ ഇവിടേക്ക് ഇത്രയൊക്കെ എത്തിയെങ്കിൽ അതിന് മെയിൻ റീസൺ അവർ രണ്ടുപേരുമാണ്, അവരുടെ സപ്പോർട്ടാണ്. അവര് അത്രയേറെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് എനിക്ക് കൂടുതലൊന്നും പറയാനില്ല അതിനെ കുറിച്ച്. അവര് രണ്ടുപേര് കാരണം മാത്രമാണ്. എനിക്ക് തോന്നുന്നു വിമൺ എംപവർമെന്റിന്റെ എക്സാക്ട് എക്സാമ്പിൾസ് കൂടിയാണ് ഇത് എന്നുള്ളത്. കാരണം ആസ് എ ഗേൾ ലെഡ് ബൈ 2 women എന്ന് വേണമെങ്കിൽ പറയാം. വാവ്. സോ ദിസ് ഇസ് ആർ ശിവാനി സോജൽ, നമ്മുടെ പ്രൊവിഡൻസ് വിമൻസ് കോളേജിലെ ഫൈനൽ ഇയർ MSc ഫിസിക്സ് സ്റ്റുഡന്റ് ആണ്. ഇപ്പൊ ഇന്ത്യൻ ഗവൺമെന്റിന്റെ യൂത്ത് പാർലമെന്റ് പ്രോഗ്രാമിലൊക്കെ പോയി അവിടെ വിമൻ എംപവർമെന്റിന് ശിവാനിയുടെ ഉള്ളിൽ തോന്നിയിട്ടുള്ള 3 ഇനീഷ്യേറ്റീവ്സ് ഒക്കെ ബോൾഡായി നിന്ന് പ്രസന്റ് ചെയ്ത് തിരിച്ച് കോഴിക്കോട്ടേക്ക് എത്തിയിട്ടുള്ള ആളാണ്. ടൈം പാസിൽ ഹരിതയാണ്, റേഡിയോ മാംഗോ 91.9, നാട്ടിലെങ്ങും പാട്ടായി.